ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ കേരള ടു ലഡാക്കിൻ്റെ 10ാമത്തെ ദിവസമാണ് ഇന്ന്. ഞാനിപ്പോൾ നമ്മളൊരു ഗസ്റ്റ് ഹൗസില്ല, അവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി, അങ്ങനെ റോഡിലേക്ക് ഇറങ്ങി ഒരു 400 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. പിന്നെ ഒരു കുപ്പി വെള്ളം പെട്രോൾ പമ്പിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത വെള്ളം എടുത്തു. പിന്നെ നമ്മൾ ആ ബൈക്കിന് സെൽഫിനൊരു പ്രോബ്ലം പറഞ്ഞില്ലേ, ന്യൂട്രലിൽ സ്റ്റാർട്ടാവും, ഗിയറിൽ സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ നോക്കിയാൽ ആ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റാണ്. ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ഒരു വർക്ക്ഷോപ്പുകാരനോട് ചോദിച്ചു, അപ്പോൾ അവിടെ ആ സ്വിച്ച് കിട്ടില്ല. അപ്പോൾ പോകുന്ന വഴി ഹിമ്മത്ത് നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഹിമ്മത്ത് നഗർ. അപ്പോൾ അവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ റൂട്ടിനാണ് ഉള്ളത്. അത് നമ്മൾ ഈ ഉദയ്പൂർ റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പം ഞാനുള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇന്ന് രാജസ്ഥാനിലേക്ക് കടക്കും. ഉദയ്പൂരാണ് ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത്. ഉദയ്പൂർ അധികം കിലോമീറ്റർ ഇല്ല, 200-ൻ്റെ അടുത്തേ ഉള്ളൂ. എന്നാലും ഈ വർക്ക്ഷോപ്പിലൊക്കെ ഒന്ന് കയറണമല്ലോ. പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കഴുകാനൊക്കെ ഉണ്ട്. ഇന്നത്തെ കാലാവസ്ഥ നോക്ക്, ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെ വെയിലൊന്നും കാണാനില്ല. ഒരു മഴക്കാറും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗുജറാത്തിലേക്ക് കിടക്കും. ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് എന്തോ ഫാക്ടറി ഉണ്ട്. എന്താണ് AGL, ഏഷ്യൻ ഗ്രാനിറ്റോ ഇന്ത്യ ലിമിറ്റഡോ, അങ്ങനെ എന്തോ ഒരു ഫാക്ടറിയൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ചായ കുടിക്കണം. ശരിക്കും പറഞ്ഞാൽ റൂം എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ സുഖമായി കിടന്ന് ഉറങ്ങും. നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും ഒരു 10 മണിയൊക്കെ ആവും, അല്ലെങ്കിൽ 10:30 ആവും. ഇന്നെന്തായാലും റൂമൊന്നും എടുക്കരുത് എന്ന് വിചാരിക്കും. നമുക്ക് ചിലവ് കൂടുമ്പോൾ അത് വിഷയം തന്നെയാണ്. ടെൻ്റൊക്കെ ഉണ്ട്, നമ്മൾ ഒരു വട്ടമൊക്കെ ടെൻ്റ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഈവനിങ്ങോ നൈറ്റ് ആവുന്നതിന് മുമ്പ് നല്ലൊരു സ്ഥലം ടെൻ്റ് അടിക്കാൻ പറ്റിയാൽ അത് അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ യാത്രാ കാഴ്ചകൾ എന്തൊക്കെയാണ് ഇന്നത്തെ കേരള ടു ലഡാക്കിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ, കമോൺ. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു സമൂസ പറഞ്ഞിട്ടാണ്. സമൂസ കുറേ പീസുകളാക്കിയിട്ട് കുറച്ച് മിക്സർ കൊടുത്തിട്ട് സവാള അരിഞ്ഞ് സോസ് ഒഴിച്ച് മുളക് ഇട്ട് അങ്ങനെ ഒരു സംഭവമാക്കി തന്ന്. കണ്ണാടിക്കൂട്ടിൽ കാണുമ്പോൾ സമൂസ മാത്രമായിരുന്നു. ഓർഡർ ചെയ്ത് തരുമ്പോഴേക്കും അത് ഇങ്ങനെ ആക്കി, സോസൊക്കെ ഒഴിച്ച് സവാളയൊക്കെ അരിഞ്ഞ് അങ്ങനെ, പിന്നെ ഒരു ചായയും. അപ്പോൾ രാവിലത്തെ ചെറിയ രീതിയിലുള്ളൊരു ചായ കൂടി, ഇനി ഇത് കുടിച്ചിട്ടാവും ബാക്കി. ഇപ്പം ചെറിയൊരു തെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ. കാലാവസ്ഥ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിമ്മത്ത് നഗറിലേക്ക് ഇനി അധികം കിലോമീറ്റർ ഇല്ല, കുറച്ചേ ഉള്ളൂ. അവിടെ വലിയൊരു സിറ്റിയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് അടുത്ത വർക്ക്ഷോപ്പ് ഒന്ന് ബൈക്കിൻ്റെ നല്ലൊരു വർക്ക്ഷോപ്പ് അന്വേഷിച്ചിട്ട് ഒരു സംഭവം റെഡിയാക്കണം. ചില സമയത്ത് സ്റ്റാർട്ടാവും ന്യൂട്രൽ, പക്ഷെ അത് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പൊന്നും കിട്ടാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് വണ്ടി ഓഫായാൽ പിന്നെ പണിയാവും. എങ്ങനെയെങ്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ എന്നാലും അതൊരു റിസ്ക് ആവില്ല. അതിനേക്കാൾ നല്ലത് നമ്മൾ ഈ യാത്രയിൽ എന്തെങ്കിലും വണ്ടിക്കൊരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യുകയാണ് നല്ലത്. പിന്നത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. ഓക്കെ, നമുക്ക് റോഡ് സൈഡിൽ വില്ലേജ് ഏരിയയിലേക്കൊക്കെ ഒന്ന് ചെല്ലണം. ചിലയിടത്തൊക്കെ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. കാരണം കൂടുതൽ റോഡ് വ്യൂ കാണിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കില്ലേ എൻ്റെ സംസാരവും. ഇടയ്ക്കൊന്ന് വില്ലേജ് ഏരിയയിലേക്ക് കയറണം. ആദ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. അടുത്ത് 1-2 ടൗൺ കഴിഞ്ഞാൽ എത്തിയിട്ടുണ്ടാവും. 1-2 ടൗൺ കഴിഞ്ഞാൽ ഹിമ്മത്ത് നഗറാണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ ഹിമ്മത്ത് നഗർ എത്തി. യമഹയുടെ ഒരു ഷോറൂമിൽ ചെന്ന്, പക്ഷെ ഇപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട്. അത് ഇടയ്ക്കാണ് മിസ്റ്റേക്ക്. അപ്പോൾ അവൻ പറഞ്ഞ് ഫുള്ള് കംപ്ലൈൻ്റ് ആകുമ്പോൾ നേരെയാക്കിയാൽ പോരെ, കാരണം ഇപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട്, ഇടയ്ക്ക് സ്റ്റാർട്ടാവുന്നുണ്ട്. അവൻ ഞെക്കിയപ്പോഴൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാം. എന്തായാലും വരുന്നിടത്ത് വെച്ച് ഇത് ഹിമ്മത്ത് നഗർ സിറ്റിയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് U-ടേൺ എടുത്ത് വീണ്ടും NH കയറണം. U-ടേൺ എടുക്കാൻ കുറച്ച് സീനാണ്. അതുകൊണ്ടാണ് നേരെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. അവിടെ വേണ്ടി പോലീസുകാരുണ്ട്, നല്ല തിരക്കുള്ള സ്റ്റേഷനും.
ഇവിടുന്ന് യൂട്ടേൺ എടുക്കാമെന്നാണ് തോന്നുന്നു. ബസ് പോയിട്ട് പോവാം. റെഡി 1 2 3 അരിമുല്ല പൂവല്ലേ. ഓക്കെ. केरला से लद्दाख इधर बारिश है ज़्यादा? बारिश इधर केरला पालक्काड. ठीक है सब पूरा है. ओके ठीक है ബൈ. ആ ഒരു ഫാമിലി ഞാൻ നേരത്തെ തന്നെ അവരെന്നെ നോട്ട് ചെയ്തതാണ്. ഞാൻ അവിടെ സൈഡാക്കിയപ്പോൾ അപ്പോൾ ഞാൻ റോഡ് ഇങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ അവരെൻ്റെ ബാക്കിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് കൈ കൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ചു. അങ്ങനെ എന്തായാലും അടിപൊളി. അവർക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം, എല്ലാവർക്കും സന്തോഷം. യാത്രയല്ലേ. ഓക്കേ. പശുവിൻ്റെ വായ കെട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ വെയിലായി. പശുവിൻ്റെ മുഖം വലയായിട്ട് കെട്ടിയിരിക്കുന്നു. അതെന്തിനാ? നല്ല വെയിൽ വന്നു. അടുത്തത് രാജസ്ഥാനിലെ അതിർത്തി കടക്കണം. അല്ല, ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തി കടക്കണം. അങ്ങനെ രാജസ്ഥാനിലേക്ക് ഇവന്മാരെന്താ വണ്ടി വരുന്നതും കണ്ടിട്ട് നേരെ രണ്ടാളും അവിടുന്ന് പിന്നെ സെൻറ്ററിലേക്ക് ആയിരുന്നു. പോവാ. ഓക്കെ. ഇനി അടുത്ത ലൊക്കേഷൻ നമ്മൾ രാജസ്ഥാനിലേക്ക് കടന്നതിന് ശേഷം ഇത് നോക്കണം. ഒരു ഒട്ടകം. ഞാൻ NH നിന്ന് സൈഡിലേക്ക് ഇവിടെ ഇങ്ങനെ കുറേ വില്ലേജൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോൾ സൈഡാക്കിയതാ. ഒരു ഒട്ടകം. ഇത്ര അടുത്ത് ഒട്ടകത്തിന് ആദ്യമായിട്ട് കാണും. സർക്കസിലൊക്കെ കണ്ടിട്ട് ആകെ ഉണങ്ങിക്കണ ഒട്ടകം. കുഴപ്പമില്ല, രസമുണ്ട്. അവർ നോക്കുക ഏത് ഒട്ടകത്തിനെ കണ്ടിട്ടില്ല എന്നുള്ളത് ഒക്കെ വില്ലേജ് ഏരിയ. ഈ സൈഡിലൊക്കെ കൃഷിയൊക്കെ ചോളമാണ്. ചോളം കുറേ സ്ഥലത്തുണ്ട്. റോഡ് സൈഡിലൊക്കെ കുറേ കാണാനുണ്ട്. ഈ കാണുന്നതൊക്കെ ചോളമാണ്. ഞാൻ വിചാരിക്കണതേ വണ്ടി കഴുകാനൊന്ന് സൈഡാക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ കോപ്പി ചെയ്യുക. അങ്ങനെ കുറച്ച് കലാപരിപാടികൾ നടക്കും. വേണമെങ്കിൽ കുറച്ച് എഡിറ്റ് ചെയ്യാനും നടക്കും. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണം. ഇനി അവിടെ NH കയറണം. അതിൽ കൂടെ കയറാൻ പറ്റുമോ?
വെൽക്കം ടു രാജസ്ഥാൻ. രാജസ്ഥാൻ്റെ കവാടം. ഇതിനടുത്ത് രത്തൻപൂർ. നമുക്ക് അവിടെ ഒന്ന് നോക്കണം, വണ്ടി ഒന്ന് കഴുകാനേ. അങ്ങനെ അല്ലറ ചില്ലറ പണികളുണ്ട്. ഓക്കെ, രാജസ്ഥാനിലേക്ക് ഇതാ കടക്കുന്നു. ഗുജറാത്തിനോട് വിടാം. വെൽക്കം ടു രാജസ്ഥാൻ. ഓക്കെ, നമുക്ക് ആ ടൗണിലേക്ക് ഒന്ന് പോകണം. ജസ്റ്റ് ഒന്നേ വണ്ടി കഴുകാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. സ്കൂള് വിട്ട സമയമാണ്, ഉച്ചക്ക് വിട്ട. വണ്ടി വാഷിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവരൊന്നും വണ്ടി കഴുകാറില്ലേ? എവിടെയും കാണാനില്ല, റോഡ് സൈഡിൽ എവിടെ ഇല്ല. അങ്ങനെ രാജസ്ഥാനിലെത്തി. വെള്ളം ആ ബൈക്കിൽ നിന്ന് പുക കാരണമൊക്കെ അത് കത്തിപ്പിടിക്കും. അത് ഞാൻ ആദ്യം നോക്കിയ മലയോര പ്രദേശത്ത് കൂടിയാണ് ഇപ്പോൾ വണ്ടി പോണത് കേട്ടോ. ഒക്കെ മലയോര മേഖലയാണ്. കാടും കുന്നും. ഇവിടെ ഒന്നും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും മഴ പെയ്തിട്ടില്ല. അതിനൊക്കെ മഹാരാഷ്ട്രയിൽ മഴയോട് മഴ തന്നെ മഴ. നമുക്കൊന്ന് സൈഡാക്കിയിട്ട് എന്തെങ്കിലും കഴിക്കണം. വയറ് തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങി. പിന്നെ വണ്ടി കഴുകൽ ഇപ്പോൾ തിരഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് വല്ല പുഴയിലും കൊണ്ടുപോയി ഇറക്കേണ്ടി വരുന്ന തോന്നുന്നു. അതായത് നോക്കിയൊക്കെ വണ്ടി ഒന്ന് കഴുകണം നമുക്ക്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം, അതായത് എൻ്റെ ക്യാമറയിൽ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ USB ആണെങ്കിൽ ആ വലിയ ബാഗിലുമാണ്. അതാണെങ്കിൽ അഴിക്കും വേണം. അപ്പോൾ അഴിക്കാന്ന് വെച്ചാൽ വണ്ടി കഴുകാൻ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അഴിക്കണമല്ലോ. അപ്പോൾ കഴുകാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൗണുകളിൽ ഞാൻ നോക്കി, പക്ഷേ ഒന്നും കണ്ടില്ല. വാട്ടർ സർവീസ് ഒന്നും കണ്ടില്ല. ലാസ്റ്റ് എന്ത് ചെയ്ത്, കുറേ അങ്ങോട്ട് വന്നിട്ട് അതിനിടയ്ക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. കുറേ അങ്ങോട്ട് വന്നിട്ട് ഒന്ന് സൈഡാക്കിയിട്ട് ബാഗ് കഴിച്ച് USB എടുത്തിട്ട് സ്റ്റോറേജൊക്കെ ഒന്ന് സെറ്റാക്കി കോപ്പി ചെയ്തു. വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോപ്പി ചെയ്ത് സെറ്റാക്കി. അങ്ങനെ കുറച്ച് സ്റ്റോറേജ് ആക്കി. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരമായി. ഇനിയിപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ എത്തിയില്ലേ, നമുക്കൊരു വില്ലേജ് ഏരിയ കൂടെ പോയാലോ. വെറും റോഡ് മാത്രം കാണിക്കുമ്പോൾ ബോറല്ലേ. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റിൽ എന്തെങ്കിലും വെറൈറ്റി വേണ്ടേ? അപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് വില്ലേജ് ഏരിയയിലേക്ക് വണ്ടി വിടാം. ഓക്കെ, കമാൺ. ഞാനൊരു വില്ലേജ് ഏരിയയിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. പിള്ളേരൊക്കെ നോക്കുക, ആരാണ് എന്താണ്. ഒരു പാടമൊന്നുമില്ല, നല്ല സ്ഥലം. ഏതൊക്കെ ഇവനിപ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നു? മലനിരകളാണ് രാജസ്ഥാനിലെ. ഇവിടെയൊക്കെ ടാറിങ് ഒക്കെ ചെയ്തിട്ട് ഒരു വില്ലേജ് ഏരിയയിലേക്കുള്ള റൂട്ട്. ഇവിടെയൊക്കെ പാറ, വലിയ മലനിരകളാണ്. പിള്ളേരൊക്കെ നോക്കുക.
ഓക്കെ, ഇവിടുന്ന് തിരിക്കണം. തിരിക്കണ്ടേ? അയ്യോ, കൊള്ളാം. ആൾക്കാർ വിചാരിക്കും ഞാൻ വല്ല വഴി തെറ്റിയിട്ട് ഇങ്ങോട്ടേലും വന്നതാണ്. വഴി തെറ്റി വന്നതൊന്നല്ല ആൾക്കാരേ. അങ്ങനെ വീണ്ടും എണ്ണത്തിലേക്ക് കയറി. സർവീസ് റോഡ് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വരും. NH അല്ലാതെ അപ്പോൾ സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ ഗ്രാമപ്രദേശമൊക്കെ ഇങ്ങനെ കാണാം. അടിപൊളിയാണ്. ഇനി മുന്നോട്ട് പോയേക്കാം. ഇങ്ങനെ ഓരോ ചെറിയ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമാണ്. വില്ലേജ് ഏരിയയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലണം, എന്നാലേ നല്ലൊരു വൈബുള്ളൂ. വൈകുന്നേരം ഇവിടെ അരമണിക്കൂർ വ്യത്യാസമുണ്ട്. ഞാൻ ഇന്നലെ ഗുജറാത്തിലുള്ളപ്പോൾ 7:34 ലാസ്റ്റ് നൈറ്റ് കൊടുത്തത്. അതായത് 7 മണിയാകുമ്പോൾ കൊടുക്കണം. അതോ നേരത്തെയാണ്? നേരത്തെ അല്ല. അങ്ങനെയാണ് അവസ്ഥ. ഇന്നത്തെ എന്താ ലെവല് നോക്കിയത്? സൂര്യൻ മഞ്ഞപ്രകാശം. നല്ല വൈകുന്നേരം. നേരത്തെ പറഞ്ഞ പോലെ മലയോര പ്രദേശങ്ങൾ തന്നെയാണ്. നമുക്ക് മല തുരന്നുണ്ടാക്കിയിട്ടാണ് റോഡൊക്കെ. ഫുള്ള് മലയോര പ്രദേശമാണ് ഈ ഒരു റോഡ്. രാജസ്ഥാനിക്ക് ഇന്ന് കിടന്നപ്പോൾ വലിയ ചൂട് എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇന്നലെ ഗുജറാത്തിൽ ഭയങ്കര വെയിൽ ചൂടൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അത്ര വലിയ ചൂട് അങ്ങനെ വലിയൊരിതായിട്ട് തോന്നിയിട്ടില്ല. കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും റോഡ് സൈഡിലുള്ള വീട്ടിൽ വല്ലതും ചോദിച്ചാലോ, ടെൻ്റ് അടിച്ച് അവിടെ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുമോ, അവിടുത്തെ ഭായിമാരോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഇങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ പമ്പ് റൂം എടുക്കരുത് എന്നാണ് വിചാരിക്കണത്. കാരണം വെറുതെ ഇങ്ങനെ പൈസ നമ്മൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആഗ്രഹത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് വലിയൊരു ഈ യാത്രയൊക്കെ പ്ലാൻ ഇട്ടിരിക്കുന്നത്.
ആഗ്രഹം, നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. അല്ല അടിച്ച് പൊളിച്ച് സുഖമായിട്ട് സുഖിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അടിച്ച് പൊളിച്ച് ചിലവാക്കി പോകാന്നുള്ള മൈൻഡല്ല, ലക്ഷ്യം അതാണ് പ്രധാനം. അങ്ങനെ കുറേ നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഇപ്പോൾ സമയം 8:45. ഞാൻ പിന്നെ അധികം വീഡിയോ എടുത്തില്ല, നമ്മൾ കുറച്ചൊരു ഒന്ന് ഡള്ളായി. അപ്പോൾ പിന്നെ വല്ലാതെ വീഡിയോ എടുക്കാനോ അങ്ങനെയല്ല, ഒന്ന് സൈലൻ്റായി. പിന്നെ കുറച്ച് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ബാഡായപ്പോൾ പിന്നെ ഒന്ന് സൈലൻ്റായി. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, സോറി, ക്ഷമിക്കണം. നമ്മളടുത്ത് ഇത് നല്ല രീതിയിലൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിക്കും. നമ്മൾ വില്ലേജ് ഏരിയയിലേക്ക് പോകാൻ പ്ലാനുണ്ട്, രാജസ്ഥാനിൽ തന്നെ. അങ്ങനെ ഞാൻ പിന്നെ ഒരു ടൈം വൈകി. എൻ്റെ ഒരു പ്ലാൻ, ഞാൻ ഒരു വീടിൻ്റെ അവിടെയൊക്കെ അവരോടൊക്കെ ചോദിച്ചിട്ട് ടെൻ്റ് അടിക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ ആകെ ഒന്ന് ഡള്ളായി. പിന്നെ എന്തൊക്കെയോ ആലോചിച്ച് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഒന്നങ്ങോട്ട് ഡൗൺ ആയി. അങ്ങനെ ഉദയ്പൂർ കഴിഞ്ഞ് ഉദയ്പൂർ ജില്ലയാണ് കേട്ടോ, രാജസ്ഥാനിലെ രതുജന എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോൾ നല്ല സിറ്റികൾ, നല്ല എല്ലാ റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സിറ്റികൾ തന്നെ. ഞാൻ എന്നിട്ട് കുറേ അന്വേഷിച്ച് ഒരു ചെറിയൊരു ലോഡ്ജ് കിട്ടി, 700 രൂപയ്ക്ക് റൂം കിട്ടി. അപ്പോൾ ഉദയ്പൂരിൽ നിന്ന് അജ്മീർ പോകുന്ന റൂട്ടാണ്. അജ്മീർക്ക് 200 സംതിങ് കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. ജയ്പൂരേക്ക് അതിലും കൂടും, 300-400 സംതിങ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ സൈഡാക്കി 700 രൂപയ്ക്ക് റൂം കിട്ടിയപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്തൊരു റൂം കിട്ടിയപ്പോൾ അങ്ങനെ സൈഡായി. ഓക്കെ, അപ്പോൾ ഇന്ന് വീഡിയോ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്ന് ഡൗൺ ആയി. വീഡിയോ ഒന്നും അധികം എടുത്തില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് സോറി. നമ്മൾ അടുത്ത ദിവസം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കും. നാളത്തെ കാഴ്ചകൾ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.